എന്താ സുഖ? ഇവക്ക് 2 സാരി വേണം. വേണ്ട എടുത്തോളൂ. മമ്മി എനിക്ക് വരണെന്താ? ആന്റി എനിക്ക് വരണെന്താ? ആരും ബഹളം വെക്കണ്ട, ഞാൻ എടുത്തുതരാം. മോളെ കണ്ണട താഴെ തുടക്കരുതേ. ഇത് നീ തിന്നു. ഇത് ചേച്ചിക്ക്. ഇത് അനുമോന്, ഇത് മിനിമോക്ക്. ഇത് രാജിമോൾ. കൊള്ളാം. നീ ഒന്നും വേണ്ടല്ലോ, ആ ബലി. എന്റെ കൈ പോയേ, അയ്യോ എന്റെ ചോരയെല്ലാം പോയേ, ഞാനിപ്പോ ചാകുവേ. ചേട്ടാ വിഷമിക്കായിരിക്കും, ഞങ്ങളില്ലേട്ടാ. ഇത് കണ്ടോ, ഇവരെന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നു. അയ്യോ എന്നെ കൊണ്ടുപോ, ഞാനിപ്പോ ചാകുവേ. നോക്കി കവറെ കൊണ്ടുപോടാ, ഞാൻ ഘട്ടം പോയില്ല. ഞാൻ ചാത്തട്ട് വേണം അവൻ എന്റെ ഭാഗം വെച്ചേക്കാൻ. ചാകുവാ ചാകുവാ തേരെ വാതാ ഒന്ന് പോടാറുന്നു. നിന്റെ അമ്മയുടെ നായര് പോടാ. ഇപ്പൊ ഓപ്പറേഷൻ ഇപ്പൊ കീറണം, ഇപ്പൊ കണ്ടു. അയ്യോ സിസ്റ്ററെ, അയ്യോ ഓപ്പറേഷൻ വേണ്ടി വരും. അല്ല സിസ്റ്ററെ, എനിക്കിവിടെ ബി ഗ്രൂപ്പ് ബ്ലഡ് കിട്ടുമോ? ഈ ഗ്രൂപ്പ് ഇല്ല. അപ്പൊ സി ഗ്രൂപ്പ് മതി. സ്റ്റോക്ക് ഇല്ല. അയ്യോ അയ്യോ ഞാൻ ചത്തേ. ഒച്ച വയ്ക്കാതെ ഇല്ല നോക്കട്ടെ. അയ്യോ മോഹൻദാസ്, അയ്യോ ബി ഗ്രൂപ്പ് ബ്ലഡ് വേണം. അയ്യോ എന്റെ പൊന്ന് സിസ്റ്ററെ, ഇവൻ പറഞ്ഞു തരുമ്പോഴേക്കും എന്റെ പ്രാണം പോകും. അടിവിടാ. അയ്യോ അയ്യോ ഡാക്ടർ ഇവിടെ, ഡാക്ടർ ചോദേ. അയ്യോ ഞാൻ അയ്യോ ഡാക്ടർ വരാൻ. അയ്യോ എനിക്കൊന്നും വയ്യട്ടോ. അയ്യോ അമ്മോ, അയ്യോ എനിക്ക് എന്റെ അമ്മോ, എനിക്ക് ഗതി വന്നല്ലോ. അയ്യോ എന്റെ ചോരയെല്ലാം പോയേ. അയ്യോ കൈക്കെന്ത് പറ്റി? അയ്യോ എന്റെ ചോരയെല്ലാം പോയേ. അവനൊക്കെ നോക്കട്ടെ. വണ്ടി വിട, വണ്ടി വിട, വണ്ടി വിടടാ. എവിടെ? ഏത് ഈ കൈ? എവിടെ? ഈ കയ്യിൽ ഏത് കയ്യാ? ഈ കയ്യാ? എവിടെയാണ്? ബ്ലേഡ് കൊണ്ട് കൈ മുറിഞ്ഞതാ. ഈ കയ്യാ? ഇത് ഒന്നിറങ്ങി പറയാ ചെക്കപ്പ് ഇറങ്ങ കൊണ്ടോ. നടന്നു പോയാ മതി, നടന്നു പോയാ മതിന്ന്. പണിക്കർക്ക് ഉറക്കം വരുന്നുണ്ടോ? ഏയ് ഞാനിറങ്ങുമ്പോ മണി 1:30 ആകും. മരുന്ന് അച്ഛൻ ഇറങ്ങാനായില്ലേ? സമയം ഏതായാലും ഇത്രയായില്ലേ, ഇനി രാജ്യം വന്നോട്ടെ. രാജ്യമോൾ എന്തിയെ? അവളകത്തുണ്ട്. ആ ഉണ്ണി, വാതിൽ തുറക്ക്.
രാജന. യു ആർ ഇൻ ടൈം. രാജയുടെ അകത്തുണ്ട്, പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്കൊന്നും ഇല്ലേ? അതിന് നിന്റെ ബർത്ത്ഡേ അല്ല. അല്ല, അച്ഛനെതിരെ ഉറങ്ങില്ലേ? ഇന്ന് അല്പം താമസിച്ചുറങ്ങാമെന്ന് കരുതി. പണിക്കരി കേട്ടോണ്ടല്ലോ. നാളെ അകത്തോട്ടില്ല. എന്താ പ്രസന്റേഷനുമായ രാജൻ രാത്രിയില്ലേ? നാളെയല്ലേ ബർത്ത്ഡേ? ഇത് ഞാൻ കഴിഞ്ഞ 5 വർഷങ്ങളായി കാണുന്നൊരു സത്യമാണ്. ഓഗസ്റ്റ് 12-ാം തീയതി ബർത്ത്ഡേ ആണെങ്കിൽ 11-ാം തീയതി രാത്രി 12 മണിക്ക് രാജൻ ഇവിടെ എത്തിയിരിക്കും. ഈ 12 മണിക്ക് തന്നെയാണ് രാജിയെ പ്രസവിച്ചതും രാജന്റെ അമ്മ മരിച്ചതും. 10-22 വർഷങ്ങളായെങ്കിലും ഇന്നും ഞാൻ അതെല്ലാം ഓർക്കുന്നു. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. എന്താ? അല്ല, അതായത് ഇന്ന് നിന്റെ ബർത്ത്ഡേ. ആ, ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം. പിന്നല്ലാതെ? ആ, അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? എന്താണ് വേഗം പറ. തീർന്നു പിടിക്കല്ലേ? അപ്പോ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം. പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ചരമദിനാണോ? അതല്ല. അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ നമ്മള് സന്തോഷിക്കേണ്ട ദിവസം. അതിനിപ്പോ എന്ത് പറ്റി? പറ്റിയെന്നല്ല, നല്ല മാല. ഈ മണി ഒന്നും അടിക്കണ്ട. എന്താന്ന് വെച്ചാ പറ. അല്ല, എന്റെ അഭിപ്രായമല്ല, നിന്റെ ചേട്ടന്റെ അഭിപ്രായമാണ്. എന്താ? ഒരു 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 കുപ്പി, അല്ല, ഒരു 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 സ്മാള് സ്മാള്. ചേച്ചി പിന്നെ പിന്നെ ഒച്ച വെക്കാതെ. പിന്നെ പിന്നെ എന്തുകൊണ്ടാ പറഞ്ഞു? സ്മാള് ചേച്ചി പാട്ടി വെച്ചതുണ്ടല്ലോ. ഇപ്പൊ കാണിച്ചു തരാം. എന്താടി ചേച്ചി? ഇതേ എന്തേ തനിക്കെന്താ ഇവിടെ കാര്യം? ഇത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ശരി. എന്താ കാര്യം ചേച്ചി? എന്തെങ്കിലും ആയിക്കോട്ടെ. കഷ്ടായത്. ചുമ്മാ ഇരി ചേച്ചി. സ്മോൾ വേണോന്ന്. എന്താ ഇവിടെ പ്രോബ്ലം? ചുമ്മാ ഒരു കാര്യമില്ലാതെ പെണ്ണ് വീർന്നുകൊണ്ട് വള 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 വള. അലേച്ചാർക്കേ സ്മോൾ വേണമെന്ന്. മാളോ? ആ, അവന്റെ ആഗ്രഹമല്ലടി, അടിച്ചോട്ടെ. അത് ശരി. രണ്ടുപേരും കൂടെ ഉള്ള പ്ലാനാണോ? ദേ അച്ഛനില്ലാത്ത സമയം കേട്ടോ. അതുകൊണ്ട് റെഡി പ്ലാൻ ഇട്ടത്. ദേ നാളെ എക്സാം ഉള്ള രണ്ടുപേർക്കും വേണ്ട പ്ലീസ്. എന്തോന്നാ നാത്തൂന് ഇത്? 2 സ്മാൾ അടിച്ച് കയറി ഞങ്ങൾ തലമുത്തി നിൽക്കാൻ പോകണം. ലാസ്റ്റ് ഫ്രൈഡേ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ? അത് വലിയ പുലിവാലായി. എന്താ? അത് മർഡറാണെന്ന് പറഞ്ഞ് കേസ് പോയിട്ടുണ്ട്. അതിന് നമുക്കെന്താ? നമുക്കൊന്നുമില്ല, പക്ഷെ കോടതി കയറണ്ടേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ എക്സാം എല്ലാം എങ്ങനെ എഴുതി? നന്നായിരുന്നു സർ. ഓ പോസ്റ്റ്മോർട്ടം ഉണ്ടല്ലേ? ആ തട്ടെ. ആ
നല്ല സുഖം തോന്നുന്നില്ല. എന്തു പറ്റി? നീ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല. നീ മാറിക്കോ. ഈ കുട്ടി എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഷി വാസ് ക്യാരിങ്. ആരെങ്കിലും ചതിച്ചതായിരിക്കും.